മലയോര പ്രദേശത്ത് ജീവിക്കുന്ന ശീലാവതിയും രാജുവും ബാല്യകാലം മുതൽ തന്നെ പ്രണയത്തിലായിരുന്നു. അവിടെയുള്ള ഗാട്ടി സമുദായത്തിന്റെ പ്രധാന ഉപജീവന മാർഗമാണ് കഞ്ചാവ് കൃഷി. അതിൽ ശീലാവതി എന്ന പേരുള്ള കഞ്ചാവിന് വലിയ വിലയും ആവശ്യവുമുണ്ട്. എന്നാൽ പോലീസ് ഏറ്റുമുട്ടലിൽ അച്ഛനെ നഷ്ടപ്പെട്ട രാജുവിന് ഈ ബിസിനസിനോട് വിരോധമുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രാമത്തെ ഈ വഴിയിൽ നിന്ന് മാറ്റണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അത്ര എളുപ്പത്തിൽ ഈ ജീവിതത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയില്ലെന്ന് അവൻ മനസ്സിലാക്കുന്നു. അതിനുവേണ്ടി രാജുവും ശീലാവതിയും ആരും അറിയാതെ കഞ്ചാവ് ദ്രാവക രൂപത്തിലാക്കി രഹസ്യമായി വിൽക്കാൻ തുടങ്ങുന്നു. ഇത് അവരുടെ ജീവിതം തന്നെ മാറ്റുന്ന ഒരു തീരുമാനമായി മാറുന്നു. ഇതിലൂടെ അവർ വലിയ പണം സമ്പാദിക്കുകയും ഗ്രാമത്തിൽ സ്കൂളും ആശുപത്രിയും നിർമ്മിക്കുകയും ചെയ്യുന്നു. ഗ്രാമത്തിലെ ആളുകൾക്ക് പുതിയൊരു ജീവിതം നൽകണമെന്ന ലക്ഷ്യത്തോടെ അവർ പ്രവർത്തിക്കുന്നു. എല്ലാം നന്നായി പോകുന്നതിനിടയിൽ ഈ കച്ചവടം നിയന്ത്രിക്കുന്ന നായിഡു സംഘത്തിന് ഇതറിയുമ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. അവർക്ക് തങ്ങളുടെ അധികാരം നഷ്ടപ്പെടുമെന്ന ഭയം കൂടുന്നു. ഒരു ഉത്സവ സമയത്ത് അവർ ഗ്രാമത്തെ ആക്രമിക്കുകയും ശീലാവതിയെ അപമാനിക്കുകയും രാജുവിനെ ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. ആ ഒരു സംഭവം ശീലാവതിയുടെ ജീവിതം മുഴുവനായി മാറ്റിമറിക്കുന്നു. രാജുവിന്റെ മരണത്തിന് ശേഷം ശീലാവതി പ്രതികാരത്തിനായി മുന്നോട്ട് വരുന്നു. അവൾ നായിഡുവിന്റെ ആളുകളെ ഓരോന്നായി ഇല്ലാതാക്കി തന്റെ കോപം പുറത്തെടുക്കുന്നു. ഈ സമയത്ത് അവൾക്ക് പേടി എന്നൊന്നും ഇല്ലാതായി മാറുന്നു. ഒടുവിൽ നായിഡുവിനെയും തീക്കൊണ്ട് കൊല്ലുന്നു. തുടർന്ന് പോലീസ് ഓഫീസറായ വിഷ്ണുവിന്റെ രഹസ്യ സഹായത്തോടെ മുഴുവൻ കഞ്ചാവ് കൃഷിയും നശിപ്പിക്കുകയും ഗ്രാമവാസികളെ പുതിയ ജീവിതത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു.